ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്ത് കറി ഉണ്ടാക്കുന്ന വിചാരിച്ചിരിക്കുമ്പോഴേ വല്യമ്മ വിളിക്കണേ ചക്കച്ചില്ലി ഉണ്ടാക്കുന്നത്. നേരെ വല്യമ്മ ഒരു കിട്ടും ചക്കച്ചില്ലി ഉണ്ടാക്കണേ. നമുക്ക് കണ്ടോക്കിയല്ലോ ചക്കച്ചില്ലി ഉണ്ടാക്കുന്നത്. ആദ്യം ചക്ക മുറിക്കുക, എന്നിട്ട് മുള്ളും കൂനും കളഞ്ഞെടുക്കുക, എന്നിട്ട് മീഡിയം കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കുറച്ച് വെള്ളവും ഉപ്പിട്ട് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ്. ഭയങ്കരമായിട്ട് വെവണ്ട, ഒരു പകുതി വേവ് മതി, പകുതി വേവ് വേണം. എന്നിട്ട് കുറച്ച് സോയാ സോസ് ഒഴിക്കുക, മുളക് പൊടി ഇടുക, മൈദയും കോൺഫ്ലവർ മിക്സാക്കി പൊടി ഇടുക, എന്നിട്ട് കുരുമുളക് പൊടി ഇടുക. എന്നിട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. ഈ ചക്കയിലേക്ക് എല്ലാ ഭാഗത്തും മസാല നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് അടുപ്പിലേക്ക് ചട്ടി കയറ്റുക, ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ച് തിളച്ച് വരുമ്പോൾ മസാല വെച്ച് ചക്ക ഇടുക. ചക്ക ഇട്ട് നന്നായിട്ട് വറുത്ത് കോരി പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് അടുപ്പിലേക്ക് ഒരു ഫ്രൈ പാൻ കയറ്റുക, കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇടുക, ഇഞ്ചി ഇടുക. ഒരു മിനിറ്റ് വാട്ടിയെടുക്കുക. വെളുത്തുള്ളിയിൽ ഇഞ്ചിയുടെ ഒരു ഫ്ലേവറൊക്കെ വരാൻ നേരത്ത് പച്ചമുളക് ഇടുക, സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഭാഗം ഇടുക, ക്യാപ്സിക്കം ഇടുക, സവോള ഇടുക. സവോള ഒക്കെ ഇടുന്നത് തീ ഭയങ്കര ഹൈ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് സവോള ഇളക്കിയതിന് ശേഷം ടൊമാറ്റോ സോസ് ഇടുക, ചില്ലി സോസ് ഇടുക, സോയ സോസ് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കോൺഫ്ലവർ ഒരു പാത്രം വെള്ളത്തിൽ കലക്കിയത് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഇടുക, കുറച്ച് ഉപ്പും പൊടി ഇടുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വറുത്ത് മാറ്റി വെച്ച ചക്ക ഇടുക. ചക്ക ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാല എല്ലായിടത്തും പിടിക്കുന്ന പോലെ മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ അരിഞ്ഞ് വെച്ച സ്പ്രിംഗ് ഒനിയൻ്റെ പച്ച ഭാഗം ഇതിലേക്ക് ഇടുക. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് പഞ്ചസാര ഇടുക. പഞ്ചസാര എടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം അടുപ്പത്ത് നിന്ന് ഇറക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.